ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഭരതന്മാര് കച്ചവടം ഒന്നും ചെയ്യണ്ടെന്നൊക്കെ പറഞ്ഞ് അയാള് തടയാൻ വന്നപ്പോ അനിയൻ സാറെന്ന് പറഞ്ഞൊരാളാ വന്നിറങ്ങിയ. അതാരാ? അത് ഈ നാട്ടുകാരുടെ ഒരു ദൈവം. അങ്ങനത്തെ ഒരു വലിയ ആളാ. അനിയൻ സാറ് ജയിലിലായിരുന്നു. നാട്ടുകാരുടെ ദൈവം എന്നൊക്കെ പറഞ്ഞിട്ട് ദൈവം പോയി ജയിലിൽ കിടക്കുവാണോ? അതിന്റെ പിന്നിലൊക്കെ ഒരുപാട് കഥകളുണ്ട്. ആദ്യം ഒന്ന് കുളിക്കണം. എവിടെയാ? പുഴയിൽ പോകുന്നുണ്ടോ? അത് വൈകുന്നേരം. ഇപ്പോ ചെറിയൊരു കുളി കുളിച്ചിട്ട് വല്ലതും കഴിക്കാം. ചേച്ചിയുടെ കൈപുണ്യം കൈവിട്ടു പോയോന്ന് അറിയണമല്ലോ. അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. നീ കഴിച്ചു നോക്കിയിട്ട് പറ. ചേട്ടാ, ഈ നാട്ടിൽ ആരോട് ചോദിച്ചാലും അനിയൻ സാറിനെ കുറിച്ച് നല്ലത് മാത്രല്ലേ പറയാനുള്ളൂ. പിന്നെ സാർ എങ്ങനെ ജയിൽ പൊള്ളിയായത്? എന്താ ശരിക്കും സംഭവം? അത് മോളെ, അനിയൻ സാറ് പണ്ട് ഇവിടുന്ന് സിറ്റിയിലേക്ക് MBA പഠിക്കാൻ പോയതാ. അവിടെ വെച്ച് അനിയൻ സാറ് ഒരു പെണ്ണുമായി ഭയങ്കര ഇഷ്ടത്തിലായി. ആ പെണ്ണ് ഒരു അനാഥ പെൺകുട്ടിയായിരുന്നു. അങ്ങനെ ഇഷ്ടം കടുപ്പത്തിലായപ്പോ അനിയൻ സാറ് അവരെ കല്യാണം കഴിച്ചു. സിറ്റി തന്നെ താമസവും തുടങ്ങി. അന്ന് അനിയൻ സാറിന് സിറ്റിയില് ഒരുപാട് ബിസിനസ് ഉണ്ടായിരുന്നു. ആ മോളി, ഞാനിപ്പോ വരാവേ. എന്നിട്ട് ഒരു കുടുംബം നല്ല രീതിയിൽ ജീവിച്ചു തുടങ്ങുമ്പോ കണ്ണുകടിക്കാരായ ആൾക്കാർ കുറെ ഉണ്ടാവുമല്ലോ. അതുപോലെ ചില ആളുകള് അനിയൻ സാറിന്റെ ജീവിതത്തിലും കയറി അങ്ങ് ഇടപെട്ടു. അനിയൻ സാറിന്റെ വീട്ടില് ഒരു ജോലിക്കാരി ഉണ്ടായിരുന്നു. ശാന്തി എന്നായിരുന്നു അവരുടെ പേര്. അനിയൻ സാറും ആ പെണ്ണും തമ്മിൽ എന്തൊക്കെയോ ബന്ധങ്ങളുണ്ടെന്ന് ആരൊക്കെയോ അനിയൻ സാറിന്റെ ഭാര്യയോട് പറഞ്ഞു കൊടുത്തു. അത് കാരണം അനിയൻ സാറും ഭാര്യയും തമ്മിൽ പിണങ്ങി. അനിയൻ സാറിന്റെ ഭാര്യ ആ സമയത്ത് ഗർഭിണിയായിരുന്നു. അനിയൻ സാറ് പലവട്ടം അവരെ തിരക്കിപ്പോയി. ഉണ്ടായ പ്രശ്നങ്ങള് സാറ് പറഞ്ഞു തീർക്കാനൊക്കെ നോക്കി. പക്ഷേ അവര് വഴങ്ങിയില്ല. അവര് വാശി പിടിച്ചു. എന്തൊരു സ്ത്രീ അവര്! അങ്ങനെ അവസാനം അവര് പ്രസവിക്കാനുള്ള ദിവസം എടുത്തു. അനാഥയായ അവർക്ക് ആരെങ്കിലും കൂട്ടുണ്ടോ? ഒറ്റയ്ക്ക് പോയി അവർ ആശുപത്രിയിൽ അങ്ങ് അഡ്മിറ്റായി. വിവരമറിഞ്ഞ് ആശുപത്രിയിലേക്ക് അനിയൻ സാറ് ഓടിച്ചെന്നു. അവര് പ്രസവിച്ചത് ഒരു പെൺകുഞ്ഞിനെയായിരുന്നു. പക്ഷേ ഇടിവെട്ടുന്ന പോലൊരു സംഭവം അവിടെ ഉണ്ടായി. എന്താ സംഭവിച്ചെന്നുള്ളത് സാറിനെ കൃത്യമായിട്ട് അറിയത്തുള്ളൂ. സാറിന്റെ ശത്രുക്കളാണോ സാറിന്റെ ഭാര്യയുടെ ശത്രുക്കളാണോ എന്നറിയില്ല. ഒരു കൂട്ടം ആളുകള് കുഞ്ഞിനെ കൊന്നുകളയാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് എത്തി. എന്തിന്? അല്ല, ആ കുഞ്ഞ് എന്ത് തെറ്റ് ചെയ്തിട്ടാ? കൊല്ലാൻ നടക്കുന്നവർക്ക് അങ്ങനെ വല്ലതും ഉണ്ടോ മോളെ? കുഞ്ഞിനെ രക്ഷിക്കാൻ വന്ന അനിയൻ സാറും കൊല്ലാൻ വന്നവരും തമ്മിൽ അടിയോടടി. അതിനിടയിൽ അനിയൻ സാറിന്റെ കൈകൊണ്ടാണോ അതോ അവന്മാര് തമ്മിലാണോ എന്നറിയില്ല, കൂട്ടത്തിലൊരുത്തന്റെ കാറ്റ് പോയി. അവൻ ചത്തു. പോലീസുകാര് പിടിച്ചോണ്ട് പോയത് അനിയൻ സാറിനെയാ. അവിടെ കൊണ്ടൊന്നും നിന്നില്ല. അനിയൻ സാറിന്റെ കേസ് വാദിക്കാൻ ചെന്നവരൊക്കെ അനിയൻ സാറിനെ ചതിച്ചു. അവസാനം ജയിലിലായി അനിയൻ സാറ്. ഒരു ജീവപര്യന്തം കിട്ടി. ജയിലിലായെന്ന് മാത്രമല്ല, അവിടെ കിടക്കുമ്പോ തന്നെ ശിക്ഷ ഇരട്ടിയാകാനുള്ള കാരണവും ഉണ്ടായി. പെട്ടുപോയെന്ന് പറഞ്ഞാ മതിയല്ലോ മോളെ. ആ സ്ത്രീ എവിടെയുണ്ട്? അനിയൻ സാറിന്റെ ഭാര്യ? അവരുടെ കാര്യം പറയാതിരിക്കുക ഭേദം. സാറിന് പരോൾ കിട്ടിയപ്പോഴൊക്കെ സാർ അവിടെ ചെന്നു. പിന്നെ സാറിന് മനസ്സിലായി അവര് വേറൊരാളെ വിവാഹം കഴിച്ച് അതിലൊരു കുഞ്ഞുണ്ടെന്ന്. അതോടെ സാറിന്റെ മനസ്സിൽ അവരില്ലാതെ ആയി. ഇപ്പം ഞങ്ങളുടെ പാവം അനിയൻ സാറ് ആ വേലക്കാരിയുടെ കയ്യിൽ ഏൽപ്പിച്ച കുഞ്ഞിനെയും തേടി നടക്കുക. ആ കുഞ്ഞിനെ സാറിന് കിട്ടിക്കഴിഞ്ഞാ സാറിന്റെ ജീവിതം സന്തോഷാവും. പാവം, എത്ര അനുഭവിച്ചു കാണും അല്ലേ?
പറയാനുണ്ടോ മോളെ? അനിയൻ സാറ് ഇത്ര വലിയ ചതിയിൽ പെട്ടപ്പോ നാട്ടിലെല്ലാവരും പറഞ്ഞു നല്ലത് ചെയ്താലൊന്നും ദൈവത്തിന്റെ കണ്ണി പെടില്ലെന്ന്, അതുകൊണ്ടൊരു പ്രയോജനവുമില്ലെന്ന്. സാറ് തേടുന്ന ആ പെൺകുട്ടിയെ സാറിന് കണ്ടെത്താൻ പറ്റട്ടെ. നമ്മുടെ ലോട്ടറി വിൽക്കുന്ന ആ കൊച്ചില്ലേ, ഏകദേശം അത്രയും പ്രായം കാണും സാറിന്റെ മോൾക്കും. കർത്താവേ, അനിയൻ സാറിന് കുഞ്ഞിനെ കണ്ടെത്താൻ പറ്റണേ. ആ കൊടുക്ക്. കൊച്ചിനെ ഇതിനു മുമ്പ് ഇവിടെ കണ്ടിട്ടില്ലല്ലോ. ഇനി ഞാൻ എന്നും ഇവിടെ ഉണ്ടാവും. ഓ ശരി. ആ കൃഷ്ണേ, സുനന്ദേച്ചി, ഞാൻ കച്ചവടം തുടങ്ങി കേട്ടോ. അറിഞ്ഞു അറിഞ്ഞു. കുറച്ചു നേരത്തെ ഗോപാലേട്ടൻ വിളിച്ചപ്പോ പറഞ്ഞിരുന്നു നീ അനുഗ്രഹം ചോദിച്ച് വിളിച്ചിരുന്നു. പിന്നെ അനുഗ്രഹം വാങ്ങാണ്ട് പറ്റുമോ? ഗോപാലമാമനല്ലേ ഇക്കാര്യത്തിൽ എന്റെ ഗുരു. എന്നിട്ട് കച്ചവടമൊക്കെ എങ്ങനെ പോകുന്നു? കുഴപ്പമില്ല, എല്ലാവരും ടിക്കറ്റൊക്കെ എടുക്കുന്നുണ്ട്. കൂടെ കച്ചവടം ചെയ്തുകൊണ്ടിരുന്ന ആള് പോയ പിന്നെ ഗോപാലേട്ടൻ വലിയ വിഷമത്തില. അതെങ്ങനെയാ? എവിടെ ഇറങ്ങിയാലും കൃഷ്ണമോളെ തിരക്കാനേ ആൾക്കാർക്ക് സമയമുള്ളൂ. ഗോപാലമാമന്റെ കൂടെ ലോട്ടറി കൊണ്ട് നടക്കുന്നതേ എനിക്ക് രസമായിരുന്നു സുനന്ദേച്ചി. ഗോപാലമാമൻ അങ്ങനെയായിരുന്നില്ലേ എന്നെ സ്നേഹിച്ച് കൂടെ കൊണ്ടുനടന്നിരുന്നേ. ആ, ഇനിയും നമ്മൾ ചുറ്റിക്കറങ്ങി ഒന്നിച്ചൊക്കെ ആവുന്നേ. ഞാനും കഴിഞ്ഞ ദിവസം പറഞ്ഞു ഗോപാലേട്ടനോട്, പറയാൻ പറ്റില്ലല്ലോ, ചിലപ്പോ ഞങ്ങൾക്ക് നാടുവിടേണ്ടി വന്നാലോ. അയ്യോ സുനന്ദേച്ചി, അങ്ങനെയൊന്നും പറയല്ലേ കേട്ടോ. മോളിക്കുട്ടിയെ എപ്പോഴും കാണാറില്ലേ? അത് സുനന്ദേച്ചി തന്നെയാ. എന്റെ അമ്മയുടെ പുറകെ നിന്ന് മാറില്ല. പാവം, പണിക്ക് പോയിട്ട് ഇടയിൽ എപ്പ സമയം കിട്ടിയാലും ഞങ്ങളുടെ അടുത്തേക്ക് ഓടി വന്ന് വിശേഷങ്ങളൊക്കെ ചോദിക്കും. മുറുകെ പിടിച്ചോ, അവള് ആളൊരു പുലിയാ. അറിയാം അറിയാം. ആ പിന്നെ സുനന്ദേച്ചി, ഇന്ന് കച്ചവടം തുടങ്ങിയപ്പോഴേ ചെറിയൊരു പ്രശ്നത്തിലൂടെയായിരുന്നു തുടക്കം കേട്ടോ. എന്തു പറ്റി? ഓ, അത് ഈ നാട്ടിലൊരു കുഴപ്പക്കാരനുണ്ട്. അയാളുടെ വക ഒരു പ്രശ്നം. അയാളെ ഈ നാട്ടിലെ എല്ലാവർക്കും പേടിയാ. സെൽവിൻ എന്ന അയാളുടെ പേര്. വരത്തന്മാര് കച്ചവടം ഒന്നും ചെയ്യണ്ടെന്നൊക്കെ പറഞ്ഞ് അയാള് തടയാൻ വന്നപ്പോ അനിയൻ സാറെന്ന് പറഞ്ഞൊരാളാ വന്നിറങ്ങിയ. അതാരാ? അത് ഈ നാട്ടുകാരുടെ ഒരു ദൈവം. അങ്ങനത്തെ ഒരു വലിയ ആളാ. അനിയൻ സാറ് ജയിലിലായിരുന്നു. നാട്ടുകാരുടെ ദൈവം എന്നൊക്കെ പറഞ്ഞിട്ട് ദൈവം പോയി ജയിലിൽ കിടക്കുവാണോ? അതിന്റെ പിന്നിലൊക്കെ ഒരുപാട് കഥകളുണ്ട്. എല്ലാവർക്കും എന്ത് ജീവനാണെന്നറിയോ? അനിയൻ സാറ് എന്നെ രക്ഷിച്ചത്. എവിടെ ചെന്നാലും നിങ്ങളെ നോക്കാനും സംരക്ഷിക്കാനും ഒക്കെ ആരെങ്കിലും ഒക്കെ ഉണ്ടാവും മോളെ. ദൈവം കൂടെ ഉള്ളതിന്റെ ലക്ഷണങ്ങൾ അതൊക്കെ.